ഗുഡ് മോർണിംഗ്. പ്രഭാത വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. ഇന്ന് ഫെബ്രുവരി 20 ചൊവ്വാഴ്ച. നിരവധി വാർത്തകൾ പ്രതീക്ഷിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വയനാട്ടിൽ നിന്നും വരുന്നു. വയനാട്ടിലെ ആളക്കൊല്ലി, കാട്ടാന, ബേലൂർ മഖ്ന വീണ്ടും ജനവാസ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന വാർത്തയാണത്. ആന കബനിപ്പുഴ കടന്ന് പെരിക്കല്ലൂരിലെത്തിയിട്ടുണ്ട്. മുള്ളൻകൊല്ലി പഞ്ചായത്തിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി ബൈരക്കുപ്പ ഭാഗത്തേക്ക് നീങ്ങിയ ആന പുലർച്ചെയോടെ വീണ്ടും കേരളത്തിലെത്തുകയായിരുന്നു. പിന്നീട് ആന വീണ്ടും കർണാടക വനമേഖലയിലേക്ക് പോവുകയും ചെയ്തിരുന്നു. അരുൺ പാറയ്ക്കൽ നൽകും വയനാട്ടിൽ നിന്ന് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. അരുൺ, ഈ ബേലൂർ മഖ്ന വീണ്ടും കേരളത്തിലേക്ക് കടന്നിരിക്കുന്നു. അത് ഈ പെരിക്കല്ലൂർ മേഖലയിലുണ്ട് എന്ന് ഉറപ്പിക്കുന്നുണ്ട് ഇപ്പോൾ അധികൃതർ. എന്താണ് നിലവിലെ സാഹചര്യം? ഈ ജനവാസ മേഖല അത് എത്രമാത്രം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയാണ് അവിടെ? ജാഗ്രതാ നിർദ്ദേശം ഏത് രീതിയിൽ? പ്രജിൻ, ഇന്ന് രാവിലെ 4 മണിയോടുകൂടി ഈ ആന കബനിപ്പുഴ നീന്തിക്കടന്ന് പെരിക്കല്ലൂർ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. മുള്ളൻകൊല്ലി പഞ്ചായത്താണ്. മരക്കടവ് പള്ളിക്ക് സമീപമാണ് ആന എത്തിയത്. രാവിലെ 4 മണിയോടുകൂടിയാണ് ഈ ആനയെ നാട്ടുകാർ കണ്ടത്. തുടർന്ന് വനപാലകർ ഈ ആനയെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. കർണാടകയും അതുപോലെ തന്നെ കേരളവും വിവിധ സംഘങ്ങളായാണ് ആനയെ നിരീക്ഷിക്കുന്നത്. ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി. തുടർന്ന് ആനയെ ട്രാക്ക് ചെയ്തിരുന്നു. ആന ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ആന പുഴ മറികടന്ന് കർണാടകത്തിലേക്ക് തന്നെ മടങ്ങിയിരിക്കുന്നു. ബൈരക്കുപ്പ ഭാഗത്തേക്കാണ്. അതായത് ഇന്നലെ രാത്രി ആന ബൈരക്കുപ്പ ഭാഗത്താണ് ഉണ്ടായിരുന്നത്. നാഗർഹോള വനമേഖലയാണ്. ഈ ഭാഗത്തേക്ക് തന്നെ ആന പോയിരിക്കുന്നു. മച്ചൂർ എന്ന സ്ഥലത്താണ് ഇപ്പോൾ ആനയുടെ അവസാന ലൊക്കേഷൻ ലഭിച്ചിരിക്കുന്നത്. ഇതിന് തൊട്ടടുത്തൊക്കെ ജനവാസ മേഖലയുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവർ ഈ ആനയെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജനവാസ മേഖലയിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആന പുറത്തിറങ്ങാൻ സാധ്യതയുണ്ട്, വീണ്ടും പുറത്തിറങ്ങാൻ സാധ്യതയുണ്ട്. ആന അതിവേഗം മുന്നോട്ട് പോകുന്ന ഒരു സ്വഭാവക്കാരനാണ്, അക്രമകാരിയാണ്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങൾക്ക് കടുത്ത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വനം വകുപ്പ് സംഘം, RRT സംഘമൊക്കെ, ദൗത്യ സംഘമൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവർ ഇപ്പോൾ ഈ ആനയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ്. ഏറ്റവും ഒടുവിലത്തെ സിഗ്നൽ പ്രകാരം, റേഡിയോ കോളർ സിഗ്നൽ പ്രകാരം മച്ചൂർ എന്ന പ്രദേശത്താണ് ഈ ആനയുള്ളതെന്നാണ് നമുക്ക് വനം വകുപ്പിൽ നിന്ന്, ദൗത്യ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ആനയെ ഇന്ന് വീണ്ടും ഒരു അനുയോജ്യമായ ഭൂപ്രകൃതിയിൽ ലഭിക്കുകയാണെങ്കിൽ 10ാം ദിവസമാണ്, ഇന്ന് മയക്കുവെടി വയ്ക്കാൻ കഴിയുമെന്നാണ് ഈ വനം വകുപ്പിന്റെ പ്രതീക്ഷ. വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. പ്രജിൻ, ബേലൂർ മഖ്ന വീണ്ടും പുഴ മുറിച്ചു കടന്നു എന്ന വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. അത് കർണാടകയിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ബൈരക്കുപ്പ ഭാഗത്തേക്കാണ് ബേലൂർ മഖ്ന പോയത് എന്നാണ് ഇപ്പോൾ അരുൺ പാറയ്ക്കൽ നൽകിയ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മന്ത്രിമാരുടെ സംഘം ഇന്ന് വയനാട്ടിലെത്തും. കെ രാജൻ, MP രാജേഷ്, AK ശശീന്ദ്രൻ എന്നിവരാണ് സംഘത്തിലുണ്ടാവുക. രാവിലെ 10 മണിക്ക് സുൽത്താൻ ബത്തേരി മുനിസിപ്പൽ ഹാളിൽ സർവകക്ഷി യോഗം ചേരും. ഉദ്യോഗസ്ഥരുമായി മന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തും. വന്യജീവി ആക്രമണത്തിന് ഇരയായവരുടെ കുടുംബാംഗങ്ങളെ മന്ത്രിസംഘം സന്ദർശിച്ചേക്കും. വന്യജീവി ആക്രമണം തുടർച്ചയായ പശ്ചാത്തലത്തിൽ UDF-ന്റെ രാപ്പകൽ സമരവും ഇന്ന് നടക്കും. രാവിലെ 10 മണിക്ക് കളക്ടറേറ്റിന് മുന്നിൽ K മുരളീധരൻ MP സമരം ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാർക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് BJP-യുടെ തീരുമാനം. പുൽപ്പള്ളിയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റിനും ഇന്ന് സാധ്യതയുണ്ട്. വയനാട് പുൽപ്പള്ളിയിൽ പശുവിനെ കൊന്ന കടുവയ്ക്കായുള്ള തെരച്ചിൽ തുടരുന്നു. പുൽപ്പള്ളി 56 ആശ്രമംകൊല്ലി മേഖലകളിലാണ് കടുവയ്ക്കായി വനംവകുപ്പ് തെരച്ചിൽ നടത്തുന്നത്. കടുവയുടെ കാൽപ്പാടുകൾ നിരീക്ഷിച്ച് മയക്കുവെടി വയ്ക്കാനാണ് ദൗത്യസംഘത്തിന്റെ തീരുമാനം. അടുത്തടുത്ത ദിവസങ്ങളിലായി 2 വളർത്തുമൃഗങ്ങളെയാണ് കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. കടുവ മുന്നിൽ ചാടി ഒരു ബൈക്ക് യാത്രികനും പരിക്കേറ്റിരുന്നു. പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിനാൽ രാത്രിയും പകലും വനംവകുപ്പിന്റെ പട്രോളിംഗ് തുടരുന്നുണ്ട്. ഇടുക്കിയിൽ നിന്ന് മറ്റൊരു വാർത്ത വരുന്നു. ഇടുക്കി വെള്ളത്തൂലിൽ പുലി ഇറങ്ങിയെന്ന സംശയം. അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെട്ടു. കുത്തുപാറ പള്ളിക്ക് സമീപത്തുള്ള ഷിൻഡോയുടെ ആടുകളാണ് ചത്തത്. പുലിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതാകാം എന്നാണ് പ്രാഥമിക നിഗമനം. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചിട്ടുണ്ട്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നൽകും വിവരങ്ങൾ. രാഹുൽ, കേരളത്തിന്റെ മലയോര മേഖലകളിൽ ഈ രീതിയിൽ വന്യജീവി ആക്രമണം ഒരു തുടർക്കഥയാവുകയാണ്. ഇതിപ്പോൾ വെള്ളത്തൂലിൽ അത് പുലി എന്ന് ഏറെക്കുറെ ഉറപ്പിക്കുന്നുണ്ടോ? എന്താണ് നാട്ടുകാർ പറയുന്നത്? പ്രജിൻ, ഒരു ഇടവേളയ്ക്ക് ശേഷം എന്തായാലും ഇടുക്കിയിൽ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആന സജീവമായി ചിന്നക്കനാലിലും ബീരൻറാമിലും ഒക്കെ ഇറങ്ങി നാശനഷ്ടം ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വെള്ളത്തോവലിൽ പുലി ഇറങ്ങിയതായ ഒരു സംശയം നാട്ടുകാർ പറയുന്നത്. ഈ പ്രദേശത്ത് ഇതിനു മുൻപും പുലി എത്തിയിട്ടുണ്ട്. ഇതാണ് നാട്ടുകാർക്ക് ഒരു സംശയമായി തോന്നാൻ കാരണം കാൽപ്പാടുകൾ ഉൾപ്പെടെ പുലിയുടേതെന്ന് സംശയിക്കാവുന്ന കാൽപ്പാടുകൾ ഈ പ്രദേശത്ത് നിന്ന് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. 2 ആടുകളെയാണ് നിലവിൽ
അജ്ഞാത ജീവി കൊലപ്പെടുത്തിയിട്ടുള്ളത്. വനം വകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തി പോയിട്ടുണ്ട്. പുലിയാകാമെന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലേക്ക് അവരും എത്തിയിട്ടുണ്ട്. എന്തായാലും വിശദമായിട്ടുള്ള പരിശോധന നടത്തും. ആവശ്യമെങ്കിൽ കൂട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്ഥാപിക്കും. പുലിയെ പിടികൂടാൻ കൂട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്ഥാപിക്കുന്നതിനെ പറ്റി ആലോചിക്കുമെന്നും വനം വകുപ്പ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വനം വകുപ്പിനെതിരെ ഒരു ചെറിയ പ്രതിഷേധം ഈ മേഖലയിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ശരി, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. തിരുവനന്തപുരം പേട്ടയിൽ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കുട്ടിയെ കണ്ടെത്തിയ ബ്രഹ്മോസിന് സമീപത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു വരികയാണ്. CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായ സൂചന ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. 2 വയസ്സുകാരി കണ്ടെത്തിയ പ്രദേശത്ത് പോലീസ് നായയുടെ സഹായത്തോടെ പരിശോധനകൾ നടത്തിയിരുന്നു. കുട്ടിയെ ഉപേക്ഷിച്ച സ്ഥലത്ത് നിന്ന് 400 മീറ്റർ ദൂരെയാണ് പോലീസ് നായ എത്തിയത്. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ നിന്ന് MG പ്രതീഷ് നൽകും പുതിയ വാർത്തകൾ. പ്രതീക്ഷ, കുട്ടിയുടെ ആരോഗ്യനില എന്താണെന്നാണ് ആദ്യം അറിയേണ്ടത്. ഒപ്പം അന്വേഷണം ഏത് രീതിയിൽ നടക്കുന്നു? പ്രജിൻ, നിലവിൽ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവുമില്ല. മേരി സുരക്ഷിതയാണ്. കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയ പ്രാഥമിക പരിശോധനയിൽ തന്നെ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് ഡോക്ടർമാർ അറിയിച്ചിരുന്നു. കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്കാണ് ഞാനിപ്പോൾ നിൽക്കുന്ന SAT മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മേരിയെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ന് ഒരു ദിവസം നിരീക്ഷണത്തിൽ തുടരാനാണ് ആശുപത്രി അധികൃതർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ബാഹ്യ പരിശോധനയിൽ കാര്യമായ പരിക്കുകളോ ഒന്നും തന്നെ മേരിക്ക് ഉണ്ടായിട്ടില്ല. ആന്തരിക പരിശോധനകളും മറ്റ് വിദഗ്ധ പരിശോധനകളും അടക്കം നടത്തുന്നതിന് വേണ്ടിയാണ് ഒരു ദിവസം നിരീക്ഷണത്തിൽ തുടരാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എങ്കിൽ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ ആശുപത്രിയിൽ നിന്ന് പോകാൻ കഴിയുമെന്ന ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം കൂടുതൽ ശക്തമാക്കുകയാണ് പോലീസ്. ഈ കുട്ടിയെ കണ്ടെത്തിയെന്നത് വലിയ ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ അതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടത്തേണ്ടതുണ്ട്. 2 സാധ്യതകളാണ് പോലീസിന് മുന്നിൽ നിലവിലുള്ളത്. ഒന്ന്, ഈ കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്ത് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് അവിടെ പോയി അകപ്പെട്ടു എന്ന ഒരു നിഗമനം പോലീസിനുണ്ട്. പക്ഷെ അത് പൂർണ്ണമായും അതിൽ ചെറിയൊരു ചാൻസ് മാത്രമാണ് പോലീസ് അതിൽ കാണുന്നത്. മറ്റൊന്ന്, ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോവുകയും പിന്നീട് പിടിക്കപ്പെടുമെന്ന് മനസ്സിലാക്കി രാത്രിയോടുകൂടി തന്നെ ആ കുട്ടിയെ അവിടെ ഉപേക്ഷിച്ചു. ഇത്തരത്തിലൊരു നിഗമനവും പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ കൃത്യമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. പ്രധാനമായും CCTVകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും അന്വേഷണം നടന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഭവം നടന്നതിന് ശേഷമുള്ള CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കുന്നുണ്ട്. ഈ കുട്ടിയെ കണ്ടെത്തിയ സ്ഥലം, ഒപ്പം കാണാതായ മേഖലകളടക്കം ഒരു സംരക്ഷിത മേഖലയാണ്. അവിടെ നിരവധി CCTV സർവൈലൻസ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വൈകുന്നേരം അടക്കമുള്ള സമയങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ സംശയമുള്ള വ്യക്തികളെ അടക്കം ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം. കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടി 3 സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു അന്വേഷണം നടന്നത്. അതേ സംഘങ്ങളടക്കം ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സാധ്യതകളും പരിശോധിക്കുന്നുണ്ട്. അതിന് സാധ്യമായ എല്ലാ തെളിവുകളുമാണ് ഇപ്പോൾ എന്തായാലും പോലീസ് പരിശോധിക്കുന്നത്. നിലവിൽ ഈ കുട്ടിയുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നൊരു ആശ്വാസ വാർത്ത കൂടിയാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ശരി, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിനെതിരായ ഹർജി സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ബാലറ്റ് പേപ്പറുകളും വോട്ടെണ്ണൽ ദൃശ്യങ്ങളും ഹാജരാക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വരണാധികാരി അനിൽ മസീഹിനോട് നേരിട്ട് ഹാജരാകാനും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബാലറ്റ് പേപ്പറുകൾ പരിശോധിച്ച ശേഷം ഹർജിയിൽ തുടർ നടപടികൾ കോടതി സ്വീകരിക്കും. ഇന്നലെ കേസ് പരിഗണിച്ച സുപ്രീം കോടതി ചണ്ഡീഗഡിൽ കുതിരക്കച്ചവടം നടക്കുന്നുവെന്ന് ആശങ്ക അറിയിച്ചിരുന്നു. ബാലറ്റ് പേപ്പറുകളിൽ അടയാളങ്ങൾ വരയ്ക്കാൻ വരണാധികാരിക്ക് എന്ത് അധികാരമാണുള്ളതെന്നും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ചോദിച്ചു. സത്യസന്ധമായ മറുപടി ഇല്ലെങ്കിൽ വിചാരണ നേരിടേണ്ടി വരുമെന്ന് വരണാധികാരിക്ക് താക്കീത് നൽകി. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാകും ഹർജി പരിഗണിക്കുക. ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതികളായ KD പ്രതാപനെയും ഭാര്യ ശ്രീനയെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. രാവിലെ 9:30 കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാൻ ഇരുവരോടും ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം പ്രതികളെ മണിക്കൂറുകളോളം ED ചോദ്യം ചെയ്തിരുന്നു. സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ വിശദമായി അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ക്രിപ്റ്റോ കറൻസി വഴി സമാഹരിച്ച പണം പ്രതികൾ വിദേശത്തേക്ക് കടത്തിയതായും സൂചനകളുണ്ട്. പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ കർഷക സമരം തുടരുന്നു. 23 വിളകൾക്ക് താങ്ങുവില ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് കർഷക സംഘടനകൾ സമരം തുടരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ മറുപടിക്കായി കാത്തിരിക്കുകയാണെന്നും തീരുമാനമായില്ലെങ്കിൽ
നാളെ ഡൽഹിയിലേക്ക് നീങ്ങുമെന്നും കർഷക സംഘടനകൾ മുന്നറിയിപ്പ് നൽകി. സർക്കാരുമായുള്ള ചർച്ചകളിൽ പരാജയപ്പെട്ടതോടെ ട്രാക്ടറുകളുമായി ശംഭു അതിർത്തിയിലേക്ക് കൂടുതൽ കർഷകരും എത്തിയിട്ടുണ്ട്. KPCC അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന സമരാഗ്നി യാത്ര എറണാകുളം ജില്ലയിൽ തുടരുന്നു. മൂവാറ്റുപുഴയിലെ സമ്മേളനത്തിലൂടെയാണ് ജില്ലയിലെ പര്യടനം പൂർത്തിയാവുക. ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതിനിധികളുമായി നേതാക്കൾ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ ആലുവയിലും മറൈൻ ഡ്രൈവിലുമായി 2 പൊതുസമ്മേളനങ്ങൾ നടന്നു. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് നേതാക്കൾ ഉന്നയിച്ചത്. യുവാക്കളുമായുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി ഇന്ന് തലസ്ഥാനത്ത് നടക്കും. കവടിയാർ ഉദയ് പാലസിൽ രാവിലെ 9:30 സംവാദ പരിപാടി. അക്കാഡമിക് പ്രൊഫഷണലുകൾ, കലാ, കായിക, സാംസ്കാരിക, സിനിമ, വ്യവസായ മേഖലകളിൽ നിന്നുള്ള ആളുകൾ അടക്കം 2000-ഓളം പേർ പങ്കെടുക്കും. യുവജനക്ഷേമ വകുപ്പ് മന്ത്രി, ജില്ലയിലെ മന്ത്രിമാർ, മറ്റ് ജനപ്രതിനിധികൾ, യുവജന മേഖലയിൽ നിന്നുള്ള വിദഗ്ധർ തുടങ്ങിയവരും പങ്കാളികളാകും. നവകേരള സദസ്സിന്റെ തുടർച്ചയായി ആരംഭിച്ച പരിപാടി വിവിധ ജില്ലകളിലായി അടുത്ത മാസം 3 വരെ തുടരും. തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്കിന്റെ നിർണായക യോഗം ഇന്ന് കൊച്ചിയിൽ. നിർമ്മാതാക്കളുമായുള്ള തർക്കത്തെ തുടർന്ന് ഈ മാസം 22 മുതൽ മലയാള ചിത്രങ്ങൾ റിലീസ് ചെയ്യില്ല എന്ന് തിയേറ്റർ ഉടമകൾ നിലപാടെടുത്തിരുന്നു. OTT നിബന്ധന കൃത്യമായി നടപ്പാക്കണം, ഷെയറിംഗ് രീതിയിൽ മാറ്റം വരുത്തണം, പബ്ലിസിറ്റി കോൺട്രിബ്യൂഷൻ, പേസ്റ്റിംഗ് ചാർജ് എന്നിവ നിർത്തലാക്കണം, VPF ചാർജ് പ്രൊഡ്യൂസറോ ഡിസ്ട്രിബ്യൂട്ടറോ നൽകണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഫിയോക്ക് മുന്നോട്ട് വച്ചത്. എന്നാൽ ആവശ്യങ്ങൾ വിതരണക്കാർ തള്ളി. ഈ സാഹചര്യത്തിലാണ് ഫിയോക്ക് അടിയന്തര യോഗം ചേരുന്നത്. മാർച്ച് മാസമാകുന്നതിന് മുൻപ് തന്നെ കേരളത്തിൽ താപനില കൂടി വരികയാണ്. സൂര്യാഘാതത്തിനുള്ള സാധ്യതകളിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. എന്താണ് സൂര്യാഘാതമെന്നും സൂര്യാഘാതം ഏൽക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നും സൂര്യാഘാതം ഏറ്റാൽ എന്ത് ചെയ്യണമെന്നും നോക്കാം. അന്തരീക്ഷ താപം പരിധിക്കപ്പുറം ഉയർന്ന് ശരീരത്തിലെ താപനിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാകുമ്പോൾ ശരീരത്തിന്റെ പല പ്രവർത്തനങ്ങളും താറുമാറാകുന്ന അവസ്ഥയാണ് സൂര്യാഘാതം. സൂര്യപ്രകാശം ഏറ്റവും കടുത്ത അവസ്ഥയിൽ രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 3 മണിവരെയാണ് സൂര്യാഘാത സാധ്യത. 10 വയസ്സിൽ താഴെയും 60 വയസ്സിന് മുകളിലുമുള്ളവർക്കാണ് സൂര്യാഘാത സാധ്യത ഏറ്റവും കൂടുതൽ. ചികിത്സിച്ചില്ലെങ്കിൽ തലച്ചോറും ഹൃദയവും വൃക്കകളും പേശികളും തകരാറിലാകാനുള്ള സാധ്യതയുണ്ട്. മരണം വരെ സംഭവിക്കാം. ഉയർന്ന ശരീരോഷ്മാവ്, ശരീരത്തിൽ ചുവന്ന പാടുകൾ, അതികഠിനമായ തലവേദന, തലകറക്കം, ചുഴലി രോഗലക്ഷണങ്ങൾ, ഉയർന്ന നാഡിമിടിപ്പ്, ബോധക്ഷയം, ഓക്കാനം, പേശിമുറുകൽ, അമിതമായ ദാഹം, കുഴഞ്ഞുവീഴൽ, അതികഠിനമായ തളർച്ച, ശരീരത്തിൽ പൊള്ളലേറ്റ പോലുള്ള കുമിളകൾ എന്നിവയൊക്കെയാണ് സൂര്യാഘാതത്തിന്റെ ലക്ഷണങ്ങൾ. സൂര്യാഘാതമേറ്റ വ്യക്തിയെ ഉടനടി തന്നെ തണലിലേക്ക് മാറ്റണം. വെള്ളം ധാരാളം നൽകണം. ഇളനീർ, നാരങ്ങാ വെള്ളം എന്നിവയും നൽകാം. ഇറുകിയ വേഷങ്ങളാണെങ്കിൽ അവ അയച്ചിടണം. ശരീരത്തിൽ വെള്ളം തളിക്കണം. നനഞ്ഞ തുണി ശരീരത്തിലിടാം. ശരീരം തണുപ്പിക്കാൻ ഐസും ഉപയോഗിക്കാം. ബോധം പോയ അവസ്ഥയിൽ വെള്ളം കൊടുക്കാൻ ശ്രമിക്കരുത്. ആളെ ഇടതുവശത്തേക്ക് ചെരിച്ചു കിടത്തുകയാണ് നല്ലത്. നിർജ്ജലീകരണം ഒഴിവാക്കാൻ ദിവസവും 8 മുതൽ 10 ഗ്ലാസ് വെള്ളം കുടിക്കണം. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 3 വരെ പുറത്ത് തൊഴിലെടുക്കുന്നത് ഒഴിവാക്കണം. സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ 30-ന് മുകളിലുള്ള സൺസ്ക്രീനുകൾ ഉപയോഗിക്കണം. അയഞ്ഞ ഇളം നിറമുള്ള പരുത്തി വസ്ത്രങ്ങൾ ഉപയോഗിക്കുക. കുട ഉപയോഗിച്ച് മാത്രമേ പുറത്തിറങ്ങാവൂ. ഫാൻ, AC എന്നിവ വീട്ടിൽ ഉപയോഗിക്കണം. വായുസഞ്ചാരമുണ്ടാകാൻ ജനാലകൾ തുറന്നിടണം. ചായ, കാപ്പി, മദ്യം എന്നിവ ഒഴിവാക്കണം. സൂര്യാഘാതം ഉണ്ടാകാതെ നോക്കുന്നതാണ് ഏറ്റവും നന്ന്. ഉണ്ടായാൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം സമയം കളയാതെ വൈദ്യസഹായം തേടുകയും വേണം. റിസർച്ച് ഡെസ്ക് 24. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് കൂടുതൽ വിമാന കമ്പനികൾ സർവീസ് നടത്താൻ ഒരുങ്ങുന്നു. കോലാലംപൂർ, കൊളംബിയ എന്നിവിടങ്ങളിലേക്ക് സർവീസ് ആരംഭിക്കാമെന്ന് വിമാനത്താവളത്തിൽ ചേർന്ന യോഗത്തിൽ കമ്പനികൾ അറിയിച്ചു. എയർപോർട്ട് ഡയറക്ടർ, MP-മാർ, വിമാന കമ്പനി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിലാണ് കരിപ്പൂരിൽ നിന്ന് കൂടുതൽ സർവീസുകൾ ആരംഭിക്കണമെന്ന ആവശ്യം ഉയർന്നത്. കണക്കുകൾ നിരത്തി ഇക്കാര്യം MP-മാരും എയർപോർട്ട് ഡയറക്ടറും അവതരിപ്പിച്ചു. യോഗത്തിൽ എയർ ഏഷ്യ ബെർഹാഡ് കരിപ്പൂരിൽ നിന്ന് കോലാലംപൂരിലേക്ക് സർവീസ് ആരംഭിക്കുമെന്ന് അറിയിച്ചു. ഫിർസ് കരിപ്പൂർ, കോലാലംപൂർ, കൊളംബോ സർവീസുകൾ ആരംഭിക്കുന്നത് പരിഗണിക്കും. വരും മാസങ്ങളിൽ വിസ്താര എയർലൈൻസ്, ആകാശ എയർലൈൻസ് എന്നീ വിമാന കമ്പനികളും സർവീസ് ആരംഭിച്ചേക്കും. ഇൻഡിഗോ നേരത്തെ നിർത്തിയ ദമാം സർവീസ് പുനരാരംഭിക്കും. നിരവധി പ്രധാനപ്പെട്ട പ്രമുഖ എയർലൈനുകളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. നല്ല ആലോചന ഉണ്ടായി. തൊട്ടടുത്ത ഭാവിയിൽ
എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത മാസങ്ങൾക്കിടയിൽ തന്നെ പല പ്രധാനപ്പെട്ട സർവീസുകളും തുടങ്ങാനുള്ള ഒരു അന്തരീക്ഷം ഈ യോഗത്തോടുകൂടി തെളിഞ്ഞിട്ടുണ്ട്. എല്ലാ ഇന്റർനാഷണൽ ഡൊമസ്റ്റിക് സെക്ടറിൽ കൂടുതൽ ഓപ്പറേഷൻ ആരംഭിക്കാൻ കഴിയുമെന്നാണ് ഈ യോഗത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യം. എല്ലാവരും വളരെ പോസിറ്റീവായിട്ടുള്ള നിലപാടാണ് എടുത്തിട്ടുള്ളത്. ഇതിനു പുറമെ ഗോവ, ശ്രീനഗർ, അഹമ്മദാബാദ്, കൊൽക്കത്ത എന്നിവിടങ്ങളിലേക്കും സർവീസുകൾ തുടങ്ങണമെന്ന ആവശ്യം യോഗത്തിൽ ഉയർന്നു. നിലവിൽ മുംബൈ, ചെന്നൈ, ഡൽഹി, ഹൈദരാബാദ്, ബംഗളൂരു എന്നിവിടങ്ങളിലേക്കാണ് കരിപ്പൂരിൽ നിന്ന് ആഭ്യന്തര സർവീസ് ഉള്ളത്. 24 മലപ്പുറം. മൂത്രത്തിൽ നിന്ന് വൈദ്യുതി. പാലക്കാട് IIT ആണ് ഈ ആശയത്തിന് പിന്നിൽ. വൈദ്യുതിക്ക് പുറമെ ജൈവവളവും മൂത്രത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നാണ് IITയിലെ ഗവേഷക സംഘം പറയുന്നത്. കാറ്റ്, വെള്ളം, സൂര്യപ്രകാശം എന്നിവയിൽ നിന്ന് മാത്രമല്ല മൂത്രത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാകുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് പാലക്കാട് IIT. നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് ആ നൂതന ആശയം, ആ നൂതന കണ്ടുപിടുത്തമെന്ന്. മഗ്നീഷ്യം എയർ ഫ്യൂൽ സെൽ ഉപയോഗിച്ച ഉറവിടത്തിൽ നിന്ന് വേർതിരിച്ചാണ് വൈദ്യുതി ഉൽപ്പാദനം. IIT അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രവീണ ഗംഗാധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത്. ഒരേ സമയം വൈദ്യുതിയും ജൈവവളവും മൂത്രത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാനാകും. 5 ലിറ്റർ മൂത്രത്തിൽ നിന്ന് 500 മില്ലി വാട്ട് വൈദ്യുതിയും ഓരോ 48 മണിക്കൂറിലും 10 ഗ്രാം വളവും ഉൽപ്പാദിപ്പിക്കാനാകുമെന്നതാണ് കണ്ടെത്തൽ. ഈ വൈദ്യുതി ഉപയോഗിച്ച് LED ലാമ്പുകൾ പ്രകാശിപ്പിക്കാനും മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനും കഴിയും. അപ്പോൾ ഞങ്ങൾ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പം എങ്ങനെ യൂറിനെ ശുദ്ധീകരിക്കാം, എങ്ങനെ നമുക്ക് ഫെർട്ടിലൈസർ ഉൽപ്പാദിപ്പിക്കപ്പെടാം, സോളിഡ് ഫോമിലുള്ള ഫെർട്ടിലൈസർ നമുക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടാം, അങ്ങനെയാണ് നമ്മൾ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇതിൻ്റെ ഒരു ആഡഡ് ബെനിഫിറ്റ് ഈ ഒരു ടെക്നോളജി വെച്ച് നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഇലക്ട്രിസിറ്റി നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് LED ലാംപ്സ് വർക്ക് ചെയ്യിക്കാനും പറ്റും. അപ്പം ഈ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ കെമിക്കൽ സെൽസ് ആണ്. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് മൂലമാണ് നമുക്ക് ഈ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത്. വിസർജ്യവുമായി കലരാത്ത മൂത്രത്തിൽ നിന്ന് മാത്രമേ ഉൽപാദനം സാധ്യമാകൂ. ഗോമൂത്രത്തിലേതുപോലെ മനുഷ്യമൂത്രത്തിൽ നിന്നും വൈദ്യുതി ഉൽപാദനം സാധ്യമാണെന്ന് ഗവേഷക സംഘം പറയുന്നു. കേന്ദ്ര സർക്കാരിന്റെ സയൻസ് ഫോർ ഇക്വിറ്റി എംപവർമെന്റ് വിഭാഗം പദ്ധതിക്ക് വേണ്ട ധനസഹായം നൽകുമെന്ന് ഇതിനോടകം അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ടെക്നോളജി റെഡിനെസ് ലെവൽ 4ൽ നിൽക്കുന്ന സാങ്കേതിക വിദ്യയെ പ്രാവർത്തികമാക്കാവുന്ന ടെക്നോളജിയായും പരിഗണിച്ചിട്ടുണ്ട്. 24 പാലക്കാട്.